1981 ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത്. നാരായണമൂർത്തി, നന്ദൻ നീലകണ്ഠൻ, എസ് ഗോപാലകൃഷ്ണൻ, കെ ദിനേശ്, അശോക് അറോഡ എന്നീ 4 പേർ ചേർന്നാണ് ഈ ഒരു കമ്പനി ഇന്ത്യയിൽ രൂപീകരിച്ചത്. ഇന്ത്യയിലൊരു IT കമ്പനിയാണ് ഇൻഫോസിസ്. സോഫ്റ്റ്വെയർ, IT കൺസൾട്ടിംഗ്, ബിസിനസ് ഔട്ട്സോഴ്സിംഗ് സേവനം എന്നിവയാണ് കമ്പനി നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ സിലിക്കൺ വാലി എന്ന പേരിലാണ് ബാംഗ്ലൂർ സിറ്റി തന്നെ അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ജോലി നൽകുന്ന ഒരു കമ്പനിയാണ് ഇൻഫോസിസ്. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നാരായണമൂർത്തി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൊരു ആശയം അദ്ദേഹത്തിന്റെ 4 സുഹൃത്തുക്കളുമായി പങ്കുവെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു കമ്പനിയാണ് ഇന്ന് ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ വലിയ ഒരു കമ്പനിയായി മാറിയിരിക്കുന്നത്. ഈ 4 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് ആ ഒരു മനുഷ്യന്റെ ആശയവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും അറിയാത്ത ആളുകൾ ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പനിയിൽ അവരുടെ ഷെയറുകൾ വാങ്ങി ആ സമയത്ത് ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി ലോകത്തെ ഏറ്റവും വലിയൊരു കമ്പനിയായി മാറിയതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചത് യഥാർത്ഥത്തിൽ നാരായണമൂർത്തി എന്ന് പറയുന്ന ഈ ആശയം മനസ്സിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഒന്നും അറിയാതെയെങ്കിലും അന്ന് 10,000 രൂപയായിരുന്നു ഒരു അതിൻ്റെ ഷെയർ അവർ പങ്കുവെച്ച് എടുത്തത്. അതിൽ 1-2 പേർ ഈ ഒരു വലിയ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ 10,000 രൂപ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ പിന്തിരിഞ്ഞു പോയി. ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം മനസ്സിലാക്കിയ മറ്റൊരു ടാക്സി ഡ്രൈവർ 10,000 രൂപ കൊടുത്തുകൊണ്ട് അന്ന് ഇൻഫോസിസിന്റെ ഷെയർ വാങ്ങിക്കുകയുണ്ടായി. ഇന്ന് അദ്ദേഹം വലിയ കോടീശ്വരനാണ്. ഞാൻ ഈ ഒരു കഥ പറയാനൊരു കാരണം എന്ന് പറയുന്നത്, ഓരോ വിജയത്തിന് പിന്നിലും ഒരു വലിയ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുതിയ സാങ്കേതിക കാലഘട്ടത്തിൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു അവസരത്തെ നമുക്കറിയില്ലെങ്കിലും നമ്മൾ വളരെ നന്നായി പഠിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പേൾവെയർ ഇന്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റുകൾ. PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ എന്ന് പറയുന്നത് പുതിയ സാങ്കേതിക കാലത്ത് എല്ലാത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഒന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞ് കേട്ടൊരു വസ്തുതയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡിജിറ്റൽ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ ഭാഗമാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം അതിൽ വിശ്വസിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഫോസിസ് പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ വളരുന്ന ഒരു പ്രൊജക്റ്റിനെയാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, PVC മെറ്റ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ്, ലോകത്തിന്റെ പണം, ഭാവിയിലെ പണം. അതുപോലെ തന്നെ സിസ്റ്റം പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി കുറച്ചാളുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് ആ ആശയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ 4 പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വളരെ വേഗം മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നറിയാം. സോഷ്യൽ മീഡിയയിലൂടെ PVC മെറ്റ എന്ന് പറയുന്ന ഈ മൾട്ടിപർപ്പസ് ടോക്കൺ നിങ്ങൾ എന്തൊക്കെ സർവീസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വാങ്ങിക്കുന്നുവോ, ഉപയോഗിക്കുന്നുവോ, ഇന്ന് വരെ ഒരു വ്യക്തിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഒരു
റിവാർഡ് ലഭിച്ചതായി നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ പേൾവേൻ അവതരിപ്പിക്കുന്ന സെർച്ച് എഞ്ചിനിലൂടെ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് റിട്ടേൺ റിവാർഡ് ലഭിക്കാൻ പോകുന്ന ഒരു അവസരമാണ് സോഷ്യൽ മീഡിയ അവതരിപ്പിക്കുന്നതിലൂടെ പേൾവേൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു $1 മില്യൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. ഗെയിമിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. പുതുതലമുറ വളരെ വലിയ രീതിയിൽ ഗെയിമിങ്ങിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് മെറ്റാവേഴ്സ് ടെക്നോളജിയുടെ ഭാഗമായി വലിയ രീതിയിലാണ് ഗെയിമുകൾ ആളുകളുടെ ഇടയിലേക്ക് പ്രചരിക്കാൻ പോകുന്നത്. അങ്ങനെ മെറ്റാവേഴ്സ് ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലും നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു മൾട്ടിപർപ്പസ് ടോക്കണാണ് PVC മെറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു മൊബൈൽ നെറ്റ്വർക്കിനെ കുറിച്ച് നമുക്കതിൻ്റെ ഡാറ്റയെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സാണ് ഡാറ്റ ബിസിനസ് എന്ന് പറയുന്നത്. ആ ഡാറ്റ ബിസിനസ് മൊബൈൽ നെറ്റ്വർക്കുമായി ചേർന്നുകൊണ്ട് ലോകത്തിലെല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സർവീസാണ് വൺ വേൾഡ് വൺ സിം എന്നുള്ള രീതിയിൽ പേൾവേൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ രേഖകളും ആധികാരികമായ കാര്യങ്ങളും ആ സിം കാർഡിന് വേണ്ടി നമ്മൾ നൽകുകയാണ്. നമ്മുടെ എല്ലാ ഡാറ്റകളും ആ കമ്പനിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയാണ്. വൺ വേൾഡ് വൺ സിം എന്ന് പറയുന്ന ആശയം ലോകത്തിൽ എല്ലാ ആളുകളും ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കണക്ട് ആവുകയും എല്ലാ സർവീസുകളും ഒരു കമ്മ്യൂണിറ്റിയുടെ താഴെ ഒരുമിച്ച് ചേരുന്ന ഒരു അവസ്ഥയിലേക്കും സിസ്റ്റം മാറും. അതുപോലെയാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ഇ കോമേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ ഇന്ന് ഇ കോമേഴ്സ് ബിസിനസ് വളരെയേറെ വളർന്നിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ തീരുമാനിക്കുന്നത് പോലും പല ഇ കോമേഴ്സ് കമ്പനികളുമാണ്. നമുക്കറിയാം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് സേവനങ്ങൾ നൽകണമെങ്കിൽ ഒരുപാട് റെഗുലേഷന്റെ കാര്യങ്ങൾ നന്നായി നടക്കേണ്ടതുണ്ട്. ഇവിടെ പേൾവേൻ ഇന്റർനാഷണൽ ബങ്കി എന്ന് പറയുന്ന ഒരു ഇ കൊമേഴ്സ് പോർട്ടൽ ഇപ്പൊ തന്നെ 5000-ലധികം പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 150 രാജ്യങ്ങളിൽ സർവീസ് ലഭിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ഇ കോമേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതും PVC മെറ്റ എന്ന് പറയുന്ന ഈ മൾട്ടിപർപ്പസ് ടോക്കണാണ്. അങ്ങനെ പേൾവേൻ അവതരിപ്പിക്കുന്ന ഈ 6 പ്രൊജക്റ്റുകൾ, ഇതിലൊരു വ്യക്തി ചെയ്യേണ്ടത് ഈ ഒരു ബാങ്കിങ് പ്രോഗ്രാം മാത്രമാണ്. ഈ 6 പ്രൊജക്റ്റുകളുടെ പാർട്ണറായിട്ടാണ് ഒരു സാധാരണക്കാരനോട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ പറയുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ ഇൻഫോസിസിനെ കുറിച്ച് പറഞ്ഞ കഥ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. അന്ന് ആ ഒരു IT കമ്പനി നിർമ്മിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടായ ഒരാശയം സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും അവർ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്ത് ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ ആശയത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് 1-2 ആളുകൾ പിന്തിരിഞ്ഞു. അതിന് പകരം വന്നത് യാത്രകളുടെ ഏതോ ഒരു സമയത്ത് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ടാക്സിയിലെ ഡ്രൈവർ കേൾക്കുകയും അദ്ദേഹം അതിൻ്റെ കൂടെ ആ ഷെയറുകൾ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്ക് മുമ്പിലേക്ക് വരുന്ന അവസരത്തെ വളരെ നല്ല രീതിയിൽ കാണുകയും അതിനെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വലിയ രീതിയിലേക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതാണ്. അവിടെയാണ് പേൾവേൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു 6 പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകത്തിൽ എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് അധിക കാലമൊന്നും ഷെയർ വാങ്ങിക്കേണ്ട ഒരു അവസരം തരാറില്ല. കാലം മാറുകയാണ്. വലിയ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കേണ്ട അവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഒരു പുതിയ തലമുറ ഈ പഴയ തലമുറയിൽ നിന്നും വളരെ വിഭിന്നമായാണ് ഇപ്പോൾ ജനിച്ചു വീഴുന്നത് തന്നെ. വിദ്യാഭ്യാസത്തിന്റെ രീതികളിൽ, ജോലിയുടെ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പേൾവേൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഈ ഒരു 6 പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾ വളരെ നന്നായി പഠിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി മാറി നിങ്ങൾ പാർട്ണർ ആവാനുള്ള ശ്രമം നടത്തുക.
ഓക്കെ, താങ്ക് യു. ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ ഇതിനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. വാട്സപ്പ് മെസ്സേജായോ ഒരു കോൾ വഴിയോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആരാണോ ഷെയർ ചെയ്ത് തരുന്നത് അവരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഈ ഒരു പുതിയ അവസരത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷാജി കണ്ണൂർ. താങ്ക് യു സോ മച്ച്.